ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് മനുഷ്യന് മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ മോറൽ കോഡ് അനുസരിച്ച് വേണം നാം ജീവിക്കാനായിട്ട്. ഇപ്പോൾ കള്ളുകുടിയന്മാരെ ഞാൻ ചോദിക്കുമ്പോൾ പറയുകയാണ്, സാറേ എനിക്ക് ഇവളെ കൊണ്ട് മഹാശല്യമായി, എനിക്ക് അവിടെ വന്ന് കിടന്നാൽ ഒരു ഉറക്കം പോലെ ഇവിടെ തരൂ, എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും, അത് പോയി ഇത് പോയി വഴി കിടും, 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, കിടന്നങ്ങ് ഉറങ്ങിക്കൊള്ളും. അത് ഈ കള്ളു കുടിക്കുന്നതിന് ഒരു ന്യായീകരണമല്ല. അതേപോലെയാണ് അവരെ വേറൊരു പുരുഷനുമായിട്ട് സ്ത്രീയൊക്കെ പുരുഷനോ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഒരു ഇമ്മോറലാണ്. ഇതിനൊരു അടിസ്ഥാന കാരണത്തിന് ശാസ്ത്രീയ പരിഹാരം കാണാതെ ഇമ്മോറൽ ബിഹേവിയർ പോയിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ശാസ്ത്രീയ മാർഗങ്ങളിൽ കൂടെ ഇവരിതിനൊരു പരിഹാരം കാണാനാണ് നോക്കേണ്ടത്. അത് അല്ലാതെ ഇതേപോലെ മദ്യം ലഹരികളിൽ പോകുന്നത് പോലെയാണ് വ്യഭിചാരം. ഇത് വേറൊരു പുരുഷനോട് പോയി കഴിയുന്ന നിയമം അനുസരിച്ച് വ്യഭിചാരമാണ്, അത് പോകുന്നത് തെറ്റാണ്. സ്നേഹത്തിന്റെ പേര് പറയുന്നത് വെറുതെ ഒരു കാപട്യമാണ് അല്ലേ? ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും എന്ന് വെച്ചാൽ പരസ്പരമാണ് സ്നേഹവും സൗഹാർദ്ദവും വേണ്ടത്. ഒരു ഭാര്യ ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പലരും ആണുങ്ങളും കൊണ്ടോടെ സംസാരിക്കുന്നവരെ എനിക്കറിയാം, നേരെ മറിച്ചും. അപ്പോൾ അതൊക്കെ ഇമ്മോറൽ ബിഹേവിയറാണ്. ഒത്തിരി സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. പേരിന് കല്യാണം, വീട്ടിനകത്ത് ചാറ്റിങ്ങും അതുപോലെ ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും ഒക്കെ ഉള്ളവരെ എനിക്കറിയാം. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡോക്ടറിന് തോന്നിയിട്ടുണ്ട്? എങ്ങനെയാണ് ഇതിൻ്റെ കുഴപ്പം എവിടെയാണ്? ഇപ്പം നേരത്തെ നമ്മളിപ്പോൾ ചിലർ പറയുമ്പോൾ മൊബൈലിൻ്റെ റീസൺ പറയും. അപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ഇത് കൂടി വരുന്നതെന്ന് തോന്നി? അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ടൊക്കെ ഇങ്ങനെയുള്ളവർ വീട് വിട്ട് ഇറങ്ങി പുറത്തു പോയിട്ടാണ് ഓരോരുത്തരുമായിട്ട്, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വല്ലവൻ്റെ വീട്ടിൽ ഇറങ്ങിപ്പോകും, അല്ല വല്ലവരെയും വിളിച്ചു വരുന്നത്. നേരെ മറിച്ചും അതുപോലെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ചാറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. നെറ്റ് ഇതൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇൻക്ലൂഡിങ് ഫോട്ടോസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ന്യൂഡ് ഫോട്ടോസ്. അപ്പോൾ ഈ രീതിയിലുള്ള ഇത് ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ പലരും ദുരുപയോഗപ്പെടുത്തുന്നു. അത് അനുസരിച്ച് ഈ പ്രവൃത്തികൾ കൂടിക്കൊണ്ടുവരുന്നു. ഡോക്ടറിന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചില കേസുകളുണ്ടാവും. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഈ പറയുന്ന വന്നിട്ട് ഡോക്ടറിന് തന്നെ വല്ലാത്തൊരു ഇത് മാനസികമായിട്ടൊരു വിഷമം തോന്നിയിട്ടുള്ള കേസുകൾ ഉണ്ടാവുമെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ട്? ഇതുപോലുള്ള പല കേസുകൾ എൻ്റെ അടുത്ത് വരുന്നു. സാറേ അവർ കരഞ്ഞു പറയുന്നത് എങ്ങനെയാണ്, സാർ ഇതൊക്കെ പറയാനൊന്നും വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട എന്ന്. എനിക്കതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കവും കിട്ടത്തില്ല, ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല. ചിലർ പറയുന്നത് അങ്ങേര് ഗൾഫിലാണ്, വല്ലപ്പോഴേ വരുള്ളൂ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യും, എനിക്ക് ഇതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കും. ഈ ഡിവോഴ്സ് കേസിലേക്ക് കൂടുതൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് കേസിലേക്ക് പോകുന്നുണ്ട്. ഈ ഡിവോഴ്സ് കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടറിന് തോന്നിയിട്ടുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ജ്യോതിഷി അല്ല തീരുമാനം എടുക്കേണ്ടത്. ഓരോരുത്തരുടെ വ്യക്തിത്വം അസസ് ചെയ്തതിന് ശേഷം സൈക്കോളജിക്കൽ ലെവലിൽ രണ്ടുപേരെയും അസസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ പറയും അഡ്ജസ്റ്റ് ചെയ്യുക, തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇതാണ് ഇങ്ങരുടെ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവങ്ങൾ, നിങ്ങൾ കുടുംബാന്തരീക്ഷത്തിൽ ജീവിതകാലം മൊത്തം ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും ചിലത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പലതരം പ്രശ്നങ്ങളുണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയും, വ്യക്തിത്വം. അതല്ലേ പേഴ്സണാലിറ്റി ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിനും അതിനെ കൗൺസിൽ ചെയ്ത് ശരിയാക്കി എടുത്തിട്ട് വേണം കല്യാണത്തിലോട്ട് പോകാൻ. അതിലനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാനും വില്ലിങ്ങാണ്. അതൊക്കെ പറഞ്ഞ് ഒരു ഓപ്പൺ മൈൻഡായിട്ട് തുറന്ന മനസ്സ്, അല്ലാതെ പലതും മറച്ച് വെച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പലരും ഇതുപോലുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്.